കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗേറ്റ് കീപ്പർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ചൈന ഒഴിച്ച് ബാക്കി ലോകരാജ്യങ്ങളിലെല്ലാം ഈ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത്ഭുതങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. മനസ്സെന്ന് പറയുന്നത് ആകാശദേശമാണ് പറയുന്നത്, ലിമിറ്റില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് കരുതി നമ്മൾ എപ്പോഴും അതിലേക്ക് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മുടെ ചിന്തകളെ റീഫിൽ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് ഭൂമിക്കടിയിലേക്ക് പോയത്. നമ്മളെ ആ പ്രശ്നത്തിൽ നിന്ന് എന്ത് സാഹചര്യത്താലാണോ നമുക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നത്, ആ പ്രശ്നത്തെ റിലീസ് ചെയ്ത് വരികയാണ്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്താഗതികളല്ല നമുക്ക് വരുന്നത്. നമ്മളെ സഹായിക്കാനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്രിയേറ്റഡ് ആകുന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മളോടൊപ്പം ആക്സിസ് ബാർ ഇന്റർനാഷണൽ ഫെസിലിറ്റേറ്റർ ആയിട്ടുള്ള അനീഷ് ചേട്ടനാണുള്ളത്. അനീഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. BSSന്റെ ഒക്കെ അംഗീകാരമൊക്കെ ലഭിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഈ ആക്സിസ് ബാർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പഠിക്കുന്നൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഹീലിംഗ് മൊഡാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ റേക്കി ആണെങ്കിലും പ്രാണിക് ഹീലിംഗ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ആക്സിസ് ബാർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത്? ഇന്ന് ആളുകൾ ആക്സിസ് ബാർ പഠിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? അതായത് ആക്ച്വലി നമ്മൾ സാധാരണഗതിയിൽ നോർമൽ സിസ്റ്റങ്ങളെല്ലാം ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്കതിനെല്ലാം ഒരു പ്രൂഫ് എന്ന് പറയുന്ന സാധനം അത്യാവശ്യമാണ്, അല്ലേ? അതിനൊരു തിയററ്റിക്കലായിട്ടുള്ള ഒരു എന്തെങ്കിലും അതിനൊരു പ്രൂഫ് വേണം. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇന്ന് ആക്സസ് കോൺഷ്യസ്നെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകോത്തരമായിട്ടുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളും എല്ലാവരും വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരേ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് ആക്സസ് കോൺഷ്യസ്നസ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ന് ചൈന ഒഴിച്ച് ബാക്കി ലോകരാജ്യങ്ങളിലെല്ലാം ഈ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടും പ്രകാരം, അതായത് അതിൻ്റെ ഡോക്ടർ ജെഫ്രി എൽ ഫ്രാനിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ന്യൂറോ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം നടത്തിയ റിപ്പോർട്ട് പ്രകാരം ഒരു തലച്ചോറിലുണ്ടാകുന്ന ഈ വേരിയേഷൻസ് കൊണ്ടാണ് കൂടുതലും ആൾക്കാർക്ക് കൂടുതലും ഈ ഡിപ്രഷന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത്. മെയിനായിട്ടും കാരണം നമ്മുടെ സൃഷ്ടിപരമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പോലും നമ്മുടെ തലച്ചോറിൽ നിന്നാണല്ലോ. അപ്പോൾ ഈ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നുള്ളൊരു സ്റ്റഡി നടത്തിയപ്പോഴത്തേനും പല മൊഡ്യൂളുകൾ ഇദ്ദേഹം സെർച്ചിലൂടെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ ആക്സസ് കോൺഷ്യസ്നെസ്സിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയും ഈ പ്രോസസ്സിലൂടെയും ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ തന്നെ അയാളിൽ നടത്തിയ പഠന റിപ്പോർട്ടും പ്രകാരം അയാളിൽ 45 മിനിറ്റിൽ തന്നെ അയാൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം രാഹുലിന് തന്നെ അറിയാം, എന്നെ എത്ര നാൾ മുമ്പ് കാണുന്നതാണ്. അപ്പോൾ തന്നെ എൻ്റെ ഫേസിലും എൻ്റെ ആറ്റിറ്റ്യൂഡിലും എൻ്റെ ബോഡിയിലും ഒക്കെ വന്നിരിക്കുന്ന തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. ഇതാണ് ആക്സസ് കോൺഷ്യസ്നസ്. അതായത് നമ്മൾ എന്താവും, നമ്മൾ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതല്ല കാര്യം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്തായി തീരുന്നു, നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തുവാനായിട്ട് ഇതിൻ്റെ ടൂൾസും ടെക്നിക്കൽസും പ്രോസസ്സുകളുമാണ് നമ്മൾ ഇതിനകത്ത് സഹായിക്കുന്നത്. ശാസ്ത്രീയമായ അത്തരത്തിലുള്ള അടിത്തറകളുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഇന്ന് നമ്മൾ യൂട്യൂബുകളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ലോകത്തിലെ നമ്പർ 1 ഫിസിഷ്യൻസ്മാർ, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അപ്രൂവ്ഡ് ആയിട്ട് ഡോക്ടേഴ്സ് എല്ലാവരും ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിപ്പം എനിക്കൊരു ഭാഗ്യം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, WHO കേരളത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ, ചില സയൻറ്റിസ്റ്റുകളല്ല സൈക്കോളജിസ്റ്റുകൾ എൻ്റെ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൈക്കോളജിസ്റ്റുകളെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. സൈക്കോളജിസ്റ്റുകളെ ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്നത്. അതെന്ന് വെച്ചാൽ എല്ലാ കാറ്റഗറിയുള്ള ആൾക്കാരും ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളെല്ലാം ഫോളോ ചെയ്യുന്ന ഈ ഒരു സിസ്റ്റമാണ്. കാര്യം അത് നമ്മളെന്ന് വെച്ചാൽ ഹീലിംഗ് രീതിയിലാണ് പോകുന്നതെങ്കിൽ 45 മിനിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഏത് ഹീലിംഗ് മൊഡ്യൂളാണ് കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അത് അയാളുടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന ചേഞ്ചസുകൾ സ്വയം ഫീൽ ചെയ്യാൻ പറ്റും. അതായത് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുക്ക് ചെയ്യുന്നത്. അതാണ് നമ്മൾ പഠിപ്പിച്ചു വിടുന്ന ആൾക്കാരുടെ, അത് നമ്മുടെ ലൈസൻസ് ഉണ്ട്. അത് നമ്മുടെ സൈറ്റിനകത്ത് ഈ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം പേരുകളുണ്ട്. അതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അതുപോലെയുള്ള ആൾക്കാരുടെ അടുക്ക പോയി ചെയ്യാവുള്ളൂ. ഇത് ആർക്കൊക്കെയാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇത് ഫലപ്രദമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ കാറ്റഗറിയുള്ള ആൾക്കാർക്കും
അതായത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനിക്കൊരു മരുന്ന് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പനിക്കുള്ള മരുന്ന് മാത്രമല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 32 പോയിന്റ്സിൽ ടച്ച് ചെയ്തുള്ള പ്രോസസ്സാണ്. ഈ 32 പോയിന്റ്സുകളും നമ്മുടെ മർമ്മ പോയിന്റുകൾ, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയകളാണ് ഈ പറയുന്ന ഓരോ പോയിന്റ്സുകളും. അപ്പം അത് നമ്മൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ദെൻ പാസ്റ്റ് ട്രോമാസ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും കവർ ചെയ്യുന്നതാണ് ഈ ഓരോരോ പോയിന്റുകളുടെ പ്രാധാന്യം. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺസേൺ ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കത് ഒരുപാട് അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കപ്പിലേക്ക് പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു വരികയാണെങ്കിൽ ആ പനിക്കുള്ള മരുന്ന് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ പാരസെറ്റമോൾ. ഇപ്പം നമുക്ക് തന്നെ ഉദാഹരണം പറഞ്ഞാൽ എനിക്കോ രാഹുലിനോ ഒരു അസുഖം വരികയാണെങ്കിൽ, നമ്മൾ പെട്ടെന്നൊരു തലവേദന വരികയാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ വാട്ടവർ, അപ്പം മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ട് ചെറുന്നോട്ട് പറയും എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, ഒരു ഗുളിക തരാമെന്ന് പറയും. പക്ഷേ നമുക്ക് ആ തലവേദനകൾ കൂടി വർദ്ധിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യുന്നത്. ആക്സസ് കോൺഷ്യസ്നസ് അങ്ങനെയല്ല. നമ്മൾക്ക് എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തെയാണ് ഇത് ക്ലിയർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് നമുക്ക് തരുന്നത്. എന്നുവെച്ചാൽ നമ്മളെ ആ പ്രശ്നത്തിൽ നിന്ന് എന്ത് സാഹചര്യത്താലാണോ നമുക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നത്, ആ പ്രശ്നത്തെ റിലീസ് ചെയ്ത് തരികയാണ്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അതാണ് ആക്സസ് കോൺഷ്യസ്നസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, ഇത് നമ്മളെ ചെയ്യാൻ കഴിയും, പക്ഷേ നമ്മളുടെ കയ്യിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ. പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസയാണെങ്കിലും റിലേഷൻഷിപ്പുകളാണെങ്കിലും അങ്ങനെ നമ്മുടെ ബന്ധങ്ങളല്ല, ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ എനിക്ക് സാറിനെ നിയന്ത്രിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും കഴിയില്ല. എന്നെ വേണമെങ്കിൽ എനിക്ക് നിയന്ത്രിക്കാം, തീർച്ചയായും. പക്ഷെ അവിടെ എങ്ങനെയാണ് ആക്സസ് ബാർ വരുന്നത്? അതാണ് അത് രാഹുൽ ഇപ്പോൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. പലരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മൈൻഡ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയുന്നത്, അല്ലേ? ശരിയല്ലേ? അതായത് ഇപ്പം ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഈ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് ഇതുവരെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന്? അറിവുകളുള്ള ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ എങ്കിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗേറ്റ് കീപ്പർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് കോൺഷ്യസ് മൈൻഡ് എന്താണോ ക്യാച്ച് ചെയ്യുന്നത് അത് നടപ്പാക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളൂ. എന്ന് പറഞ്ഞാൽ രാഹുൽ ഇപ്പോൾ ചിന്തിക്കുകയാണ്, രാഹുലും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ രാഹുലിന് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഞാൻ പെരുമാറുന്നതെന്ന് രാഹുൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ രാഹുലിനോടുള്ള ഒരു വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടാത്ത ആറ്റിറ്റ്യൂഡുകളും ഒക്കെ അതെങ്ങനെയാണ് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല, ഇറ്റ്സ് ആൻ എനർജി. ഇതൊരു യൂണിവേഴ്സൽ എനർജിയാണ്. അത് അടങ്ങുന്ന സീക്രട്ട് പോലുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും. ആ സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് തന്നെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് തഥാസ്തു. അതായത് നമ്മൾ പണ്ട് ചെറുപ്പകാലത്തിലെ, അപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ വല്യപ്പന്മാർ നമുക്ക് പറഞ്ഞു തരുന്നൊരു ഡയലോഗുണ്ട്, കേട്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിനകത്തോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശന്മാർ പറയും, എടാ വീടിൻ്റെ മേളിൽ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ഇരിപ്പുണ്ട്, നീ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നോ അതേ നടക്കത്തുള്ളൂ, അതുകൊണ്ട് നീ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവുള്ളൂ എന്ന് നമ്മുടെ മുതുമുത്തച്ഛന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അവർ നമുക്ക് പറഞ്ഞു തന്നത് വേറൊരു രീതിയിലായിരുന്നുള്ളൂ. കാരണം നമ്മൾ കുഞ്ഞു കുട്ടികളാണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് അവർക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ രാഹുലെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സാമ്പത്തികമായി ഞാൻ നല്ല രീതിയിൽ ബിസിനസ് നടത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ ബിസിനസ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങൾ പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് പലർക്കും അറിയാമല്ലോ, ബിസിനസ് ചെയ്യുമ്പോൾ കടം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടാതെ വരും. പൈസ കിട്ടാതെ നല്ലൊരു സാമ്പത്തിക ബാധ്യതകളിലേക്ക് നമ്മൾ പോകും. പക്ഷേ ഈ സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെയും ചിന്തിക്കാതെയും എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എങ്കിൽ എനിക്കിന്ന് രാഹുലിനോട് സംസാരിക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. ഞാനിന്ന് ഭൂമിക്കടിയിലേക്ക് പോയത്. ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ നമ്മളെപ്പോഴും ആക്സസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രശ്നത്തെ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ ആ പ്രശ്നത്തെ തരണം ചെയ്യുവാനായിട്ട് എന്താണ് സാധ്യതകൾ, ആ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തികളും സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടും. ഇത് യാഥാർത്ഥ്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതാണ് എൻ്റെ റിയാലിറ്റി. രാഹുലിന് തന്നെ അറിയാമല്ലോ, എത്ര നാളെ എന്നെ കാണാൻ തുടങ്ങുന്നത്. പക്ഷേ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് സാമ്പത്തികം വരുന്നത്?
എല്ലാവരെയും സംബന്ധിച്ച് സാമ്പത്തികമാണ് വേണ്ടത്. ഉം. അപ്പോൾ ഞാൻ മാറി എന്ന് കരുതി എനിക്ക് വരാൻ കഴിയുന്നൊരു പണമുണ്ട്. പക്ഷെ ഉം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു അത്ഭുതകരമായിട്ട് പണം വരുന്നൊരു മാർഗം ഇതിലൊന്നും ഇല്ലല്ലോ. ഓക്കെ, അതൊരു നല്ലൊരു ചോദ്യം. അതെന്ന് വെച്ചാൽ പണം വരിക എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണ്. ഉം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അംബാനിയെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഉം. അല്ലേ? ശരിയല്ലേ? അതെ. പക്ഷെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ അതിന് തക്കതായ രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ചിന്തകളും എൻ്റെ അറ്റ്മോസ്ഫിയറും ഞാൻ ആദ്യമേ ക്ലിയർ ആക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ഉം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം കടലിൽ പോയി നീന്തണം എന്നുണ്ടെങ്കിൽ കടലിൻ്റെ അടുക്ക ചെല്ലാതെ എനിക്ക് കടലിൽ നീന്താൻ പറ്റുമോ? ഇവിടെ ഞാൻ കിടന്നുകൊണ്ട് തോട്ടിൽ കിടന്നുകൊണ്ട് ബഹളം വെക്കുവാണ്, എനിക്ക് കടലിൽ ചെല്ലണം എന്ന് നടക്കത്തില്ല. അപ്പം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ചിന്തകളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും എല്ലാം റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ രാവിലെ വീട്ടിൽ ടാങ്കിനകത്ത് വെള്ളം നിറച്ച് വെച്ചു. ഉം. രാവിലെ എന്നിട്ട് നമ്മൾ എല്ലാ തുണിയലക്കി പാത്രങ്ങൾ കഴുകി ഇങ്ങനെ സർവ്വ കാര്യങ്ങളും നമ്മൾ ചെയ്തു. വൈകുന്നേരമായപ്പം ടാങ്കിനകത്ത് വെള്ളം തീർന്നു. നമ്മൾ എന്ത് ചെയ്യും? മോട്ടർ അടിക്കും. എന്തിനാ മോട്ടർ അടിക്കുന്നത്? പിറ്റേ ദിവസം രാവിലെ അടിച്ചാൽ പോരെ? എന്നാലും ആവശ്യമില്ലേ? എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് കരുതി നമ്മൾ എപ്പോഴും അതിലേക്ക് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? നമ്മുടെ ചിന്തകളെ റീഫിൽ ചെയ്തുകൊണ്ട്. അതായത് വലിയ വലിയ ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സെന്ന് പറയുന്നത് ആകാശദേശമാണെന്നാണ് പറയുന്നത്. ഈ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് പറയുന്നത് മനസ്സ്. അപ്പോൾ മനസ്സെന്ന് പറയുന്ന സാധനത്തിന് ഒരിക്കലും ലിമിറ്റില്ല. ഈ ലിമിറ്റില്ലാത്ത മനസ്സ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനും എല്ലാം ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ്റെ ചിന്താഗതി എപ്പോഴെന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങൾ കൂടുതൽ സ്റ്റോർ ചെയ്യുകയും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെ വിസ്മരിക്കുകയും ചെയ്യും. ഈ വിസ്മരിക്കാതിരിക്കാനായിട്ടുള്ള ടെക്നിക്കുകളും പ്രോസസ്സുകളുമാണ് നമ്മൾ ആക്സസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും പ്രോസസ്സിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കിത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ആക്സസ് വർക്കൗട്ട് ആകുന്നത്. സാറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ആക്സസ് ബാർ കൊണ്ട് വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടായ ആരെങ്കിലും അറിയാമോ? ഇഷ്ടം പോലെ. ഞാൻ ഏകദേശം ഒരു 200-300 പേർക്ക് മുകളിലോളം ഞാനിപ്പം നിലവിൽ ഹീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം നല്ല നമ്പേഴ്സ് ഓഫ് ആൾക്കാർക്ക് ക്ലാസ്സും എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു ലേഡി വന്നിട്ടുണ്ട്. തന്നെ ഒരു 1 കോടി രൂപയ്ക്ക് മേലെ ലൈബിലിറ്റി ഉള്ളൊരു ലേഡിയായിരുന്നു എൻ്റെ ക്ലാസ്സിന് വന്നത്. ക്ലാസ്സിന് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പം പുള്ളിക്കാരത്തി ക്ലാസ്സിന് വന്നതിന് ശേഷം ഇതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിച്ചതിന് ശേഷം കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമെന്ന്. രാഹുലെ അത്ഭുതം എന്ന് പറയട്ടെ, ഏകദേശം ഒരു 20-25 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ ലേഡിയുടെ ഒരു റിലേറ്റീവ് വേറെ വിളിച്ചിട്ട് എന്താ ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് പെട്ടെന്ന് 25 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്ത് സഹായിച്ചു. എന്നിട്ട് ഈ പ്രശ്നം സോൾവ് ആകുന്ന സമയത്ത് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്താഗതികളല്ല നമുക്ക് വരുന്നത്. നമ്മളെ സഹായിക്കാനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്രിയേറ്റഡ് ആകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ക്ലിയറായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അത്ഭുതങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. പക്ഷെ നമ്മൾ ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നോക്കി കഴിഞ്ഞാൽ അവർ പലതരത്തിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഇത്തരത്തിൽ അവരിൽ മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാറ്റം വരുമോ? തീർച്ചയായിട്ടും മാറ്റം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബിസിനസ്സൊക്കെ അവരുടെ കൺട്രോളിലല്ലല്ലോ. അപ്പോൾ അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ കൺട്രോളിലാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രപഞ്ചത്തിൻ്റെ കൺട്രോളിലല്ല, സ്റ്റാഫുകളുടെയും കൺട്രോളിലാണെന്ന് പറയാം. നമ്മൾ എടുക്കുന്ന സ്റ്റാഫുകൾ. നമ്മുടെ ആക്സസ് കോൺഷ്യസ്നസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റാഫിനെ എടുക്കുന്നത് മുതൽ ഉള്ള ആളെ എങ്ങനെ എടുക്കണമെന്നും ഏത് രീതിയിലാണ് നമ്മുടെ ബോഡി അത് റിയാക്ട് ചെയ്യുന്നതെന്നും വരെ നമ്മൾ ആക്സസിനത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.